വയനാട് ദുരിതാശ്വാസ പാക്കേജിനെക്കുറിച്ചും നടപടികളെക്കുറിച്ചും പുനരധിവാസത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നതിന് ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ ആ സർവകക്ഷി യോഗം നടക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവായും ഉപനേതാവായിട്ടും അദ്ദേഹം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്യാൻ പോകുന്ന വിശദാംശങ്ങൾ ഞങ്ങളോട് സൂചിപ്പിച്ചു. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം, സർവകക്ഷി യോഗത്തിലുണ്ടാകുന്ന അഭിപ്രായങ്ങൾ കൂടി രൂപീകരിച്ചുകൊണ്ടുള്ളൊരു പൊതുവായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ഇക്കാര്യത്തിലോടെല്ലാം പ്രതികരിച്ചത്. പക്ഷേ കുറേ കൂടി വേഗത, പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കുറേ കൂടി വേഗത വരേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇനി പെട്ടെന്നൊരു മന്ദഗതിയിലാകാൻ പാടില്ല. നേരത്തെ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി പുനരധിവാസ പ്രക്രിയ പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഞാൻ പിന്നെ സർവകക്ഷി യോഗം വൈകുന്നേരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ഞാനും പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരുമിച്ചാണ് കണ്ടത്. ഞാനത് നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചില വാർത്താമാധ്യമങ്ങളിൽ കണ്ടു മുകേഷ് രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന്. ഞങ്ങൾ ആദ്യം തന്നെ നിലപാടെടുത്താണ് മുകേഷ് രാജിവെക്കണം. തീരുമാനം എടുക്കേണ്ടത് ആരാന്നാണ്? തീരുമാനം എടുക്കേണ്ടത് മുകേഷ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയായ CPM ആണ്. CPM ആണ് അതിൻ്റെ അകത്ത് പ്രതികൂട്ടി നിൽക്കുന്നത്. കാരണം ഒരു കേസല്ലല്ലോ, എത്രയോ കേസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിനു മുമ്പ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമായിട്ട് നേരത്തെ നടത്തിയ ഇൻ്റർവ്യൂവിലെ വിവരങ്ങൾ കൂടി ഇപ്പോൾ ചർച്ചയായിരിക്കുന്നു. അതെല്ലാം കണ്ടുകൊണ്ടൊരു പാർട്ടിയല്ലേ CPM തീരുമാനം എടുക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുകേഷ് രാജിവെക്കേണ്ട എന്ന് പറഞ്ഞെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സമരങ്ങൾ നടക്കുകയല്ലേ, മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരങ്ങൾ നടത്തുകയാണ് മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. മുകേഷ് രാജിവെക്കുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. ആ വാക്കാണ് ഞങ്ങൾ പറഞ്ഞത്. രഞ്ജിത്തിൻ്റെ വിഷയം വന്നപ്പോഴും രഞ്ജിത്ത് രാജിവെക്കും എന്നാണ് കരുതുന്നത്, രാജിവെക്കുന്നതാണ് ഉചിതം എന്നാണ് കരുതുന്നത്. ഇപ്പം മുകേഷും രാജിവെക്കുന്നില്ല, പാർട്ടിയും അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ CPM ജനങ്ങളുടെ മുമ്പിൽ പ്രതികൂട്ടി നിൽക്കുകയാണ്. നിരന്തരമായി ഇത്തരം ആരോപണങ്ങൾ വരുന്ന ഒരാൾക്ക് പൂർണ്ണമായ സംരക്ഷണം പാർട്ടി കൊടുക്കുകയാണ്. അത് എന്ത് മെസ്സേജാണ് അത് നൽകുന്നത്? മാത്രമല്ല അദ്ദേഹം സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിലെ അംഗമാണ്. 2023 ജൂലൈയിലാണ് 10 അംഗങ്ങളെ വെച്ച്, രണ്ടുപേരും പിന്നെ വന്നില്ല, സഹകരിച്ചില്ല സമയക്കുറവ് മൂലം, 10 അംഗങ്ങളെ വെച്ചുകൊണ്ട് സിനിമ നയരൂപീകരണ സമിതി ഉണ്ടാക്കിയത് അല്ലേ. 2 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ശ്രീ മുകേഷ് അടക്കമുള്ള ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ശുപാർശകൾ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഈ മുകേഷ് അടക്കമുള്ള ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്. അത് വളരെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. കാരണം ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രതിരോധം എന്താ? ഇത് പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞു അല്ലേ, എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ 2023 ജൂലൈയിൽ സിനിമാ നയ രൂപീകരണ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആ കമ്മിറ്റിക്ക് കൊടുത്ത ഒരു നിർദ്ദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് സിനിമാ നയം ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് സിനിമാ നയം ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ മുകേഷ് അടക്കമുള്ള 8 അംഗങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്, രഹസ്യം ആണ് എന്ന് പറയുന്ന ആള്. അപ്പം അദ്ദേഹം പ്രതിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റ് എന്തെല്ലാമാണ് ചെയ്തത് അത് തന്നെ വളരെ വ്യക്തമാക്കിയാണ്, കാര്യങ്ങൾ വളരെ വ്യക്തമാവുകയാണ്. ഈ മുകേഷിന്റെ രാജി ആവശ്യം ശക്തമാകുമ്പോൾ അതിനെ CPM പ്രതിരോധിക്കുന്ന നേരത്തെ 2 കോൺഗ്രസ് MLA-മാർക്കെതിരെ ഇത്തരം ആരോപണം വരികയും കേസ് വരികയും ചെയ്ത് അറസ്റ്റും നേരിടും. അവർ രാജിവെച്ചില്ലല്ലോ എന്നാണ്. അല്ല, അത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞങ്ങൾ അവർക്കെതിരായിട്ട് ആദ്യം നടപടിയെടുത്തതിന് ശേഷം, ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെയാണ് ഇപ്പം ഞാൻ വന്നതിന് ശേഷം വരുന്നത്. എൽദോസ് കുന്നപ്പള്ളിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി ഈ ആരോപണത്തിൻ്റെ ഒരു മറുവശം ഉണ്ടെന്ന് വ്യക്തമാക്കിയ വിധിയാണ്, വളരെ വ്യക്തമാക്കിയ വിധിയാണ്. ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ ആരോപണത്തിനൊരു മറുവശമുണ്ട്. ആ മുൻകൂർ ജാമ്യത്തിന് നൽകിക്കൊണ്ടുള്ള കോടതിയുടെ വിധി തന്നെ വളരെ വ്യക്തമാണ്. അതിൻ്റെ മീതെ ഹൈക്കോടതി പോയി. ഹൈക്കോടതിയും സമാനമായ വിധിയാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ കൃത്യമായിട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രക്ഷോഭം നടത്തിയ ആളുകളല്ലേ ഈ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട്? എന്നിട്ട് CBIക്ക് കേസ് വിട്ട ആളുകളല്ലേ? 3 പോലീസ് സംഘങ്ങൾ അന്വേഷിച്ചിട്ട് ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ കുറ്റവാളികളല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടും
അവർ രാഷ്ട്രീയമായി പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ കൊടുത്തതല്ലേ. ഉമ്മൻചാണ്ടി മുൻകൂർ ജാമ്യത്തിന് പോലും പോയില്ലല്ലോ, അവരാരും പോയില്ലല്ലോ മുൻകൂർ ജാമ്യത്തിന് പോലും, ഒരാളും പോയില്ല അന്ന്, ഒരാളും പോയില്ല. അപ്പം അതും ഇതുമായിട്ട് ഇത് എത്ര കേസുകളാണ് വരുന്നത്, എല്ലാ ദിവസവും ഓരോരുത്തർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ സംബന്ധിച്ച്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റു രണ്ടുപേര് രാജിവെച്ചു. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാളെ കുറിച്ച് ഒരു ആക്ഷേപം വന്നു, സെക്ഷൽ അബ്യൂസ് നടത്തിയെന്നല്ല, പക്ഷെ ഒരു ആക്ഷേപം വന്നു. KPCC പ്രസിഡന്റ് അയാളെ രാജി ആവശ്യപ്പെട്ടു, രാജിവെപ്പിച്ച ആളെ കൊണ്ട്. ഞങ്ങളുടെ സമരം നടക്കുകയാണ് നാളെ. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ രാജി ആവശ്യപ്പെട്ട് രാജി വാങ്ങിച്ചു, രാജി അപ്പം തന്നെ വാങ്ങിച്ചു. അപ്പം ഇതും അതുമായിട്ട് അതൊരു ഡിഫൻസ് അല്ല, ആ കേസ് ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. ഇത് എത്ര കേസാണ്? CPI ഈ മുകേഷിന്റെ രാജിയാണ് ഉചിതം എന്ന നിലപാട് CPI, ആനി രാജി അടക്കം ഇന്ന് രാവിലെ തന്നെ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യമുണ്ട്. എന്നിട്ടും CPM വഴങ്ങുന്നത് അല്ല. CPM ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ അതുകൊണ്ടാണ് ആദ്യം ഒരു വാചകം ഉപയോഗിച്ചത്. ഇതിൻ്റെ അകത്ത് തീരുമാനമെടുക്കേണ്ടത് മുകേഷും CPM ആണ്. CPM ആണ് തീരുമാനമെടുക്കേണ്ടത് മുകേഷിൻ്റെ രാജി. മുകേഷ് എന്തായാലും രാജിവെക്കാൻ തയ്യാറല്ല. അപ്പോൾ CPM ആണ് എടുക്കേണ്ടത് തീരുമാനം. CPM ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. CPM നിരവധി കേസുകൾ, ഇതുപോലത്തെ കേസുകൾ, ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കൊട ചൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക, ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക, ഒരു നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ CPMന്റെ മുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത് CPM തീരുമാനിക്കട്ടെ. CPM തീരുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഘടകകക്ഷികളിൽ നിന്ന് പോലും ആവശ്യം വന്നിട്ടും CPM ഈ ആളെ സംരക്ഷിക്കുക. അതാണ് ഈ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്താ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ ആധാരമാക്കി അന്വേഷണം നടത്തി കേസെടുക്കണമെന്നാണ്. അതുമ്മ തൊടുന്നില്ല CPM. എന്തുകൊണ്ടാണ് CPMന് ഒരുപാട് ആളുകളെ സംരക്ഷിക്കാനുണ്ട്, ഇതിൻ്റെ അകത്ത് ഒരുപാട് ആളുകളെ സംരക്ഷിക്കാനുണ്ട്. പറഞ്ഞല്ലോ, കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും നിയമ സംവിധാനങ്ങളെയും നിയമവ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ട് 4.5 കൊല്ലം ഇത് പൂഴ്ത്തിവെച്ചു. ഇപ്പോഴും അന്വേഷണം നടത്തില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ പറ്റി അന്വേഷണം നടത്തില്ല. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വന്ന അഭിമുഖങ്ങളിലും സ്റ്റേറ്റ്മെന്റിനെയും കുറിച്ചാണ് ഇപ്പോൾ ഒരു ടീം അന്വേഷിക്കുന്നത്. അത് ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വന്നു. അപ്പോഴും രാജിവെക്കണ്ട എന്ന് പറഞ്ഞ് മുകേഷിനെ ചേർത്ത് പിടിച്ച് കൊടചൂടി നിൽക്കുന്ന, തണൽ കൊടുത്ത് CPM നിൽക്കുന്ന ചിത്രമാണ് ജനങ്ങളുടെ മുമ്പിൽ. ഇപ്പം CPM എക്സ്പോസ്ഡായി. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? CPM ആണ് തീരുമാനം എടുക്കേണ്ടത്. അവർ തീരുമാനം എടുക്കുന്നത് നോക്കാം. പറഞ്ഞത് ശരിയായില്ലേ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം ഒരു അന്വേഷണം വേണമെന്നും പ്രത്യേക സംഘത്തിന് രൂപം നൽകണമെന്ന ആവശ്യം അങ്ങാണ് ഉയർത്തിയത്. അത് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കത്ത് നൽകി. ആ കത്തിൽ എന്തെങ്കിലും മറുപടി? ഒരു മറുപടിയും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആദ്യം ആവശ്യപ്പെട്ട എന്താ, FIR എടുത്ത് അന്വേഷിക്കണമെന്നല്ല പറഞ്ഞത്. അന്വേഷണം നടത്തി വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷിക്കണമെന്ന് Day 1 നമ്മൾ പറഞ്ഞു. ഇപ്പം ഇവരെന്താ ചെയ്തത്? ഈ അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള വാക്കുപോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നെന്ന പത്രക്കുറിപ്പിലില്ല. പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം വന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളെ സംബന്ധിച്ച് അന്വേഷിക്കാനാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ തൊട്ടില്ല എന്ന തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അതാണ് ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവൺമെന്റ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? ഇരകളുടെ പേര് വെളിപ്പെടുത്തരുന്ന സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. ആരോപണ വിധേയരായ ആളുകളുടെ പേരുകൾ പോലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി 4.5 കൊല്ലമായിട്ട് പെടാപ്പാടുകയാണ്. വിവരാവകാശ കമ്മീഷണർ കൊടുത്ത റെസ്ട്രിക്ഷൻ ഉണ്ട്, നിയന്ത്രണം. അതിനകത്ത് പെടുത്താത്ത പേജുകൾ പോലും സർക്കാർ മാറ്റി. നിങ്ങൾക്കറിയാമല്ലോ, 4 പേജ് 49 പോലെ 53 വരെയുള്ള പേജ് മാറ്റി, ഗണ്ണികൾ 11 ഗണ്ണികൾ വെട്ടി മാറ്റി. അപ്പോൾ ആരെ രക്ഷിക്കാന്? അതിൻ്റെ അകത്തൊക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, സത്യത്തിൽ സിനിമാ ലോകത്തുള്ള ആളുകളെ മുഴുവൻ ഈ ഗവൺമെൻറ് അപമാനിക്കുക. ഇത് ഒരു മൈനോറിറ്റിയാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത്. അവരെ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഭൂരിപക്ഷം വരുന്ന സത്യസന്ധരായ നിരപരാധികളായ ആളുകളുടെ മീതെ പോലും സാധാരണക്കാർ ചെളിവാരി എറിയുന്ന സ്ഥിതി വന്നിരിക്കുക. അപ്പം ഞാൻ ഒരു ഇതിൽ പറഞ്ഞു, ഞാൻ എല്ലാ ക്രിക്കറ്റ് മാച്ചും കണ്ടുകൊണ്ടിരുന്ന ആളാണ് പണ്ട്. എല്ലാ ക്രിക്കറ്റ് മാച്ചും കാണുമായിരുന്നു. അവസാനം കോഴ ആരോപണം വന്നതിന് ശേഷം, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണ് ഈ കോഴ ആരോപണം വരുന്നത്. കോഴ ആരോപണം വന്നതിന് ശേഷം ഇന്ന് വരെ ഒരു ക്രിക്കറ്റ് മാച്ച് മുഴുവൻ കണ്ടിട്ടില്ല. നിരാശപ്പെടുത്തി. അതുപോലെ മലയാള സിനിമയുടെ തകർച്ചയ്ക്ക് ഇത് ഇടവരുത്തരുത്. മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷ ആളുകളും ഇതിലൊന്നും യാതൊരു പങ്കുമില്ലാത്തവരാണ്, നിരപരാധികളായ ആളുകളാണ്. സർക്കാർ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാത്തതുകൊണ്ട്
മറ്റവരും സംശയത്തിൻ്റെ നിഴലിൽ കരിനിഴലിൽ നിൽക്കുകയാണ്. ഇപ്പം സിനിമാ രംഗത്തെ തകർക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സിനിമാ രംഗത്തെ അപകടം അതിൻ്റെ അകത്തുണ്ട്. സിനിമാ രംഗത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ആളുകൾക്ക് ഒരു അകൽച്ച വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. കുറ്റവാളികൾ കുറ്റം ചെയ്തത് ഏത് രംഗം തൊഴിലിടമല്ലേ, കുറ്റം ചെയ്ത ആരായാലും അവർ നിയമത്തിൻ്റെ മുമ്പിൽ വരട്ടെ, അല്ലാത്തൊരു അതാണ് നമ്മുടെ നിലപാട്. സമരം നാളെ ഇപ്പോൾ സമരം ഉണ്ടല്ലോ, 29-ാം തീയതി. ഇന്ന് സമരം ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ സ്ഥലത്തും സമരമുണ്ട്. ബാക്കിയുള്ള മഹിളാ കോൺഗ്രസിന് KPCCയുടെ സമരം ഉണ്ടായിരുന്നു. 2-ാം തീയതി UDF-ന്റെ സമരമുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ UDF-ന്റെ സമരമുണ്ട്. ഇന്ന് KPCCയുടെ സമരം ഉണ്ടായിരുന്നു. നാളെ യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സമരങ്ങളെല്ലാം നടക്കുന്നു. തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി സർക്കാർ എന്തുകൊണ്ട് മതസ്പർദ്ധയ്ക്ക് കേസെടുക്കുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉയർത്തുന്നുണ്ട്. സർക്കാർ ഇപ്പോൾ ഒളിച്ചൊളിക്കും. തീർച്ചയായിട്ടും ഇതിലെ ചെയ്ത പോലെ തന്നെയാണ് സെയിം. UDF-ന്റെ സമരത്തിൽ അതും കൂടി ഒരു കാരണമാണ്. 2-ാം തീയതി നടക്കുന്ന സമരത്തിൽ ഈ വർഗീയ സ്പർദ്ധയുണ്ടാക്കാൻ, മതസ്പർദ്ധയുണ്ടാക്കാൻ, ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ടിലെ യഥാർത്ഥ ആളുകളെ സംരക്ഷിക്കുകയാണ് പാർട്ടിയുടെ സമന്വിതരായ നേതാക്കൾ ഉൾപ്പെടെ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് കൈയും കിട്ടി നിൽക്കുകയാണ് പോലീസ്. ചെയ്ത ആളെ ചോദ്യം ചെയ്തിട്ടില്ല, അയാൾ പറയുന്നില്ലെന്ന് പോലീസ് പറയാണ്. അയാൾ പറയുന്നില്ലെന്ന്, ഇതെന്തിനാ ഉണ്ടാക്കിയെന്ന് അയാൾ പറയുന്നില്ലെന്ന്. ചെയ്ത ആളെ വരെ അറിയാലോ. ഈ സ്ക്രീൻഷോട്ട് ഇട്ട ആളെ, അത് ഉണ്ടാക്കിയ ആളെ എല്ലാവരെയും പോലീസ് അറിയാം. പോലീസിന്റെ കൈയും കാലും കെട്ടിയിരിക്കുകയാണ്. അതാണ് ഹൈക്കോടതി ചോദിച്ചത്. ഏത് കോടതി അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ? കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു വിവരമാണ് ഇത്. വലിയ രൂക്ഷമായ തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി അതിൻ്റെ പേരിൽ കേസെടുത്തിട്ടില്ല. ഇതിപ്പോൾ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ നിരപരാധിയായ ആ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരൻ കാസിമ പ്രതിയായനെ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇവർ ഒരു അന്വേഷണം നടത്തില്ലായിരുന്നു. ഇപ്പം ഇതിങ്ങനെ നടന്നു എന്ന് പോലീസിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത് കോടതി ഇടപെട്ടുകൊണ്ടാണ്, കോടതി ചെവിക്ക് പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിലും ഗവൺമെൻറ് സ്വന്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നിയമവ്യവസ്ഥ സ്വന്തക്കാർക്ക് ബാധകമല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഈ 2 കേസിൽ.